ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ആമസോണിൽ നിന്ന് കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചല്ല മേടിച്ചത്, കുറേശ്ശെ ഞാൻ മേടിച്ചതാണ്. അപ്പം കുറച്ച് സാധനം ആയപ്പോഴത്തേന് ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ പൊട്ടിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും കിച്ചണിലോട്ടുള്ള ഐറ്റംസ് ആണ്, പിന്നെ കുറച്ച് വീട്ടിലോട്ടുള്ള ഇച്ചിരി സാധനമൊക്കെ ഉണ്ട്. ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്യുന്ന സത്യത്തിൽ മറന്നുപോയി, അതാണ് വേറൊരു വിഷയം. ഞാൻ നോക്കിയില്ല പിന്നെ എന്തൊക്കെയാണ് വന്നതെന്ന്. അപ്പം എല്ലാം കൂടെ വന്നിരുന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അൺബോക്സിങ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു ഗിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ UK-യിലുള്ള ആ ചേച്ചി അയച്ചതാണ് ഗിഫ്റ്റ്. വീണ്ടും അയച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അനുവിനുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുവിനുള്ളത് എനിക്ക് ചുരിദാർ ഒക്കെ ഉണ്ടായിരുന്നു. അനുവിനുള്ള എന്തോ ഒരു ഐറ്റം ഒക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മറ്റേ ആ പ്രാങ്കിന് ശേഷം അയച്ചതാ. പ്രാങ്കിന്റെ വിഷമം മാറാനെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ്. ആ പ്രാങ്കിന് ശേഷം അനു ഇതുവരെ വന്നിട്ടില്ലല്ലേ? അവളിപ്പോ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ പോയി, PG ഒക്കെ ചേർന്ന് അങ്ങനെ അതിൻ്റെയൊക്കെ കോളേജ് പരമായിട്ടുള്ള തിരക്കുകളിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ടാണ് അനുവിനെ കാണാത്തത്. അല്ലാതെ പ്രാങ്ക് ചെയ്ത് പേടിച്ച് പോയതാണോ എനിക്ക് സംശയമുണ്ട്. ഇല്ല, അങ്ങനെ പേടിയൊന്നുമില്ല, അവള് വരുന്നെന്ന് പറഞ്ഞു. ഇല്ല, അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഈ വഴി കണ്ടിട്ടില്ല. അതാണ്. അപ്പൊ എല്ലാരും ചോദിക്കുന്നതിന് ന്യായമുണ്ട്. കാരണം എന്ന് വെച്ചാലേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വഴിയില്ല. ഇപ്പൊ ട്യൂഷൻ പിള്ളേരെയൊക്കെ നിർത്തി, ട്യൂഷനൊക്കെ നിർത്തി. ഇന്നലെ തൊട്ട് ക്ലാസ്സിന് പോയി തുടങ്ങി കേട്ടോ. മെനങ്ങാന്ന് അഡ്മിഷൻ എടുത്ത് ഇന്നലെ തൊട്ട് ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. കൂടുതലും കിച്ചണിലോട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്കും സർപ്രൈസിങ് ആയിരിക്കും, കാരണം ഞാനും മറന്നുപോയില്ലേ. അതുകൊണ്ട് പൊട്ടിക്കുമ്പോൾ ഞാനും സർപ്രൈസ് ആവും. ഓ, ഇതായിരുന്നല്ലേ. നീ എല്ലാം പറഞ്ഞു. എന്നിട്ട് നീ എൻ്റെ അടുത്ത് വെക്കുന്നത് ഇത്രയുള്ള അപ്പൊ ഇനി വരാനുണ്ടോ? അല്ല, ഇനി ഹാപ്പിയുടെ ഒരു സാധനം വരാനുണ്ട്. ഞാൻ ഹാപ്പി കുട്ടൻ്റെ കളിപ്പാട്ടം മേടിച്ചായിരുന്നു. നോക്കുന്നുണ്ടോ? മക്കൾക്ക് കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടെന്ന്, കൊത്തിത്തേട്ടൻ കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ടെന്ന്. വരാന്ന് അച്ഛ അമ്മ അങ്ങനെ പറയുന്നതിന് നമ്മൾ കളിയാക്കി എന്ന് പറഞ്ഞു കേട്ടാ. ഇല്ലേ, ഹാപ്പിക്കുട്ടനെ അമ്മച്ചിയും കൂടെ സംസാരിച്ചതിന് നമ്മൾ കളിയാക്കുന്നെന്ന് പറഞ്ഞു. ഹാപ്പിക്കുട്ടൻ ഓടി വന്നുണ്ട്. മക്കൾക്ക് കൊത്തിത്തേട്ടൻ കപ്പാട്ടം മേടിച്ചിട്ടുണ്ടെന്ന് തരാന്ന്. വന്നില്ലത്. ഞാൻ അത് കളിയാക്കുന്നതൊന്നും അല്ല കേട്ടോ. ഇല്ലേ, അത് ഫ്ലോ മറ്റേ ഇല്ല, ഒരു ഡോബർ പാം കിടന്ന് കൈ വിടുന്ന പാപ്പച്ചൻ ഞാൻ കൈ കൊട്ടെ, അത് കണക്കാണ് അമ്മേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ഐറ്റംസ് ആയിട്ട് പൊട്ടിക്കാം. അച്ഛ എല്ലാം കൂടെ അങ്ങോട്ട് വെക്ക്, ഓരോന്നായിട്ട് എടുക്കാം. എല്ലാത്തിനും കൂടെ സ്ഥലമില്ല കേട്ടോ. ആദ്യം ചെറിയ സാധനങ്ങൾ പൊട്ടിക്കാം കേട്ടോ. ഇത് അമ്മയ്ക്കുള്ളൊരു സാരിയാണേ. ഇത് ആദ്യമേ കാണിക്കാം. ഇത് അമ്മയ്ക്ക് ഓണത്തിന് മേടിച്ചൊരു സാരിയാണ്. ഓണത്തിനൊടുക്കാൻ ഫുള്ള് ഗോൾഡൻ കസവല്ല, ഇത് വേറെ എന്തോ ഒരു സൈസ് മെറ്റീരിയൽ ഗോൾഡൻ ടൈപ്പ്. പക്ഷെ ഇതിനകത്ത് മറ്റേ ബ്ലൗസ് സാധനമൊന്നും ഇല്ല. നൂത്തമ്മ വേണ്ട, ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുമല്ല, ഇതിന്റെ അറ്റത്ത് ഈ ഉണ്ടയൊക്കെ വരുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനത്തെ ഉണ്ടകളൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, മറ്റേ നമ്മളെ കർട്ടനകത്തൊക്കെ കാണത്തില്ലേ അടിയിൽ തൂക്ക്, അതുപോലെ സാധനമുണ്ട്. അപ്പൊ അതാണ് അമ്മയ്ക്കുള്ള ഓണസാരി. കൊച്ചു എടുത്ത് നേരത്തെ എടുത്ത് തന്നു. എനിക്ക് അച്ഛനും എടുത്തിട്ടില്ല, അമ്മക്ക് എടുക്കാം. അമ്മയ്ക്ക് ഇനി വേണ്ട, സാരി കിട്ടി. എനിക്ക് ഓണത്തിന് ഫസ്റ്റിലെ സാരി എടുത്തു. ഇപ്രാവശ്യം അമ്മയ്ക്കാണ് ആദ്യം ഓണക്കോടി എടുത്തത് കേട്ടാ. ഈ സാധനത്തിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മേടിക്കാം. ഓക്കെ, അച്ഛനും മേടിക്കാം അവിടുന്ന് സാധനങ്ങള്. ലിങ്ക് എനിക്ക് തോന്നുന്നു ഇത് കത്തിയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് വന്ന സാധനം കത്തി തന്നെ വേണ്ടേ. കറിക്കത്തി, പുതിയ കറിക്കത്തി. ഇവിടെ ഇരുന്ന കത്തിയെല്ലാം പോയി. ഞാൻ പിന്നെ പുതിയൊരു കത്തി മേടിച്ച്. 3 കത്തിയുണ്ടോ? ഇത് അച്ഛന്, അമ്മയ്ക്ക് ചെറുത് മതി. കറുത്ത കത്തി വെച്ചാ ഇത് വേറെ ലുക്കല്ലേ, അതുകൊണ്ട് മേടിച്ചാ ഞാൻ. ഒരു മാറ്റ് ഫിനിഷ് നോക്കിയേ, സീവുഡ് വേ. അപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. മൊത്തം 3 സൈസ് കത്തി ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ തന്നെ പെയിന്റ് മാറിയതല്ലേ, മറ്റേതും സെയിം സാധനം തന്നെയല്ലേ. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഈ പിടി ഒരു പോവല്ലേ. ഇത് വേണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന് എത്ര 250 രൂപ കണ്ട വില. ഡാമേജ് ആവുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ സാധനം പിടി ഊരി വരുമെന്ന്. പക്ഷേ അത് മറ്റേ ഫെവിക്കോൾ ചൊട്ടിച്ചാലും മതി. ഇത് ഉറച്ചതാന്ന് തോന്നുന്നു. ഇത് കടക്ക മറ്റേ 10-25 രൂപയുടെ സാധനം. ഇത് 25 രൂപ കത്തിയേട്ടാ. സ്ട്രോങ്. ഇത് ഊരിയൊന്നും വരത്തില്ല. 25 രൂപയ്ക്ക് ലാഭമോ അത്. എന്നാലും ഇത് കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. അയ്യോ, ഇതൊക്കെ എന്തിനായിരുന്നു എന്തോ മറന്നു പോയേ. ആ പുതിയ കത്തി കഴിഞ്ഞിട്ട്
ഇതെന്തരാണാവോ? ഇത് എന്തരാന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. ഇല്ല, ബാത്റൂം വെക്കാൻ ഞാൻ എന്നിട്ട് പറഞ്ഞായിരുന്നു. ആ അതായിരിക്കും അതാന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ബാത്റൂമിൽ മറ്റേ ഷാമ്പു ഒക്കെ വെക്കാനായിട്ട് സ്റ്റാൻഡ്. അല്ല ഇത് കേക്ക് ബേക്ക് ചെയ്യുന്ന സാധനം, കേക്ക് ഉണ്ടാക്കാനേ അതിന്റെ അച്ച്. ഇത് ഏതാണ്ട് ഒരു 660 രൂപയും കൊണ്ടാണ് കേട്ടോ. ഓ നല്ല ക്വാളിറ്റി ഉണ്ടമ്മ. നല്ല പാത്രം, നല്ല പാത്രം. 660 ലാഭമില്ല ചാ. ആ അലൂമിനിയം. ആ വെയിറ്റ് കുറവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. കേക്ക് ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ ആയിരിക്കും വെയിറ്റ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേക്ക് ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ആദ്യമേ ഞാൻ ഓർഡർ ചെയ്ത് ഈ സാധനം. കൊണ്ടുപോയി യൂസ് ചെയ്യാൻ കൊള്ളാം. എന്താ അറിയാമോ, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പാത്രമാവും. ശരിയാ. ഫുഡങ്ങനെ കഴിക്കണമെങ്കിൽ ഒരുമിച്ച് കഴിക്കും. എവിടെയെങ്കിലും പോകുമ്പോ കൊണ്ടുപോവാൻ ചോറുണ്ണാൻ കഴിക്കാൻ വേണമെങ്കിൽ കൊണ്ടുപോവാന്ന്. അങ്ങനെ കാര്യം ഇത് ഇത്രയും പാത്രം ഒരുമിച്ച് ഒരിടത്തിന് ഇരിക്കൂലേ, സ്ഥലം ശരിയാ ശരിയാ. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളോ എന്തെങ്കിലുമൊക്കെ വിളമ്പി വെക്കാനാ. അതിനും പറ്റും. അതിനും പറ്റും. ഇത് മൊത്തം എത്ര പീസ് വരുന്നുണ്ട്? 1 2 3 4 5 പീസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ചെറുത്. ഈ ഒരു സൈസിലാണ് ഏറ്റവും ചെറുത് വരുന്നത്. ഇതാണ് ഏറ്റവും വലുത്. അത്യാവശ്യം സാധനം കൊള്ളുമെന്ന് തോന്നില്ല ഇതിനകത്ത്. കുഴപ്പമില്ല. 660 രൂപ. ഇനി നെക്സ്റ്റ് ഐറ്റം എടുക്കൂ. ഇതെന്താണാവോ? ഇതായിരിക്കും സ്റ്റാൻഡ്. ഇത് അമ്മ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വേണ്ടേ, മറ്റേ ബാത്റൂമിൽ വെക്കുന്ന സാധനം, കമ്പി. മറ്റേ ഈ ഷാമ്പുവും കണ്ടീഷണറൊക്കെ വെക്കാനേ അതിനുള്ള സാധനം. ഈ ബാത്റൂമിന്റെ സൈഡിൽ കോർണറിൽ ഇങ്ങനെ വെക്കും. അങ്ങനെ വെക്കും കോർണറിൽ. അപ്പം ഇതിനകത്ത് ഷാമ്പു സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇത് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒട്ടു വെച്ച ഇത് ഈ സാധനത്തിലൊക്കെ ഒട്ടിയിരിക്കുന്നതാണ് എൻ്റെ ഡൗട്ട്. അതായത് ഈ സാധനം ഇതിനകത്ത് ക്ലിപ്പ് ചെയ്യും. എന്നിട്ട് ഇത് ഇങ്ങനെ ഇളക്കിയിട്ട് കോർണറിലോട്ട് ഒട്ടിച്ചങ്ങോട്ട് വെക്കുക. രണ്ടെണ്ണം ആകുമ്പോ ഇരിക്കുമല്ലേ. നിന്റെ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കും തോന്നുന്നു കേട്ടോ. പക്ഷെ കണ്ടിട്ട് തോന്നില്ലേ ഇതിന്. 300 രൂപ വില. അമ്മ ചുമ്മാ ഇതൊക്കെ ഇരുന്ന് നോക്കി ഓർഡർ ചെയ്തോളാം. ഇന്നൾക്ക് മറ്റേ മാക്സി ഒക്കെ കൊണ്ടുവന്ന് കൈ തട്ടിയതാണ്. ഇത് കുറച്ച് വലിയ പാഴ്സലാട്ടാ. ഇത് ഓട്ടോറിക്ഷ കൊണ്ടുവന്നില്ലേ? അത് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇറക്കാൻ ചെന്ന് ഇത് വലിയ സാധനമാണ്. ഒരുപാട് സാധനം ഭയങ്കര ബോക്സ്. നമുക്കെന്ത് ആട്ടോയിലും കൂടെ വന്ന് ഇവിടെ വന്ന് അവൻ തിരികെയൊക്കെ ചെയ്തിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ തിരിച്ച് ശ്രീധരനെ പോവാൻ നമുക്ക് ഇറക്കാൻ പോകുന്നത്. ചെന്നപ്പോഴത്തേക്ക് ഒരു പെട്ടി എത്രയുള്ള ശ്രീധു വായിക്കുന്നത് എത്രയുള്ള. പുതിയ കത്തി നല്ല മുറിയുന്നു കേട്ടോ. കൈ ടെസ്റ്റ് മമ്മി ഗ്ലൗ ആരാത് എടുക്കുന്നതല്ലേ? അച്ഛാ മറ്റേ ഓവന്റെ അകത്ത് നിന്ന് പിടിക്കുന്ന ഗ്ലൗ. പൊട്ടിച്ചു നോക്കിയേ ക്വാളിറ്റി ഉണ്ടോന്നുണ്ടോ? നിന്റെ മമ്മി ഇട്ടേക്കുന്ന തുണി വെച്ചായിരിക്കും എടുക്കുന്നത്. അമ്മ തുണി മാക്സി ഒക്കെ വെച്ച് പിടിക്കും. ഇതാണ് കേട്ടോ. നോക്കിയാച്ചാ ഇതെന്താ ഇത് കർച്ചീഫോ? ഒരു ഗ്ലൗസേ ഉള്ളു. ഇങ്ങനെ പിടിക്കാം. ഇതേ ചൂട് നമ്മള് കൊണ്ടുപോയി ഇങ്ങനെ. ഭയങ്കര ബുദ്ധിയാണ് അച്ഛന്. അതായത് ഇത് വെച്ച് പിടിക്കണം, ഇതിലോട്ട് വെക്കണം, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഇതൊരു ബുദ്ധിയാ അച്ഛന്. ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അകത്ത് വേണ്ട ഒരു സോഫ്റ്റ് മെറ്റീരിയലൊക്കെ. 300 രൂപയ്ക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ എന്റെ വില എത്ര രൂപയുടെ? 300 എത്ര വില നോക്കട്ടെ. 180 രൂപ. 180 രൂപയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഭയങ്കര ചൂടാ. ഇത് ഉള്ളത് നല്ലതാ. കാര്യം വെച്ചാൽ നമ്മളെ കൈ പോലും അത് തട്ടൂലല്ലോ. കറുപ്പ് കളറായിരുന്നേ കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ട ഇത്തിരി കഴിയുമ്പോഴേ കേട്ടാ വെന്ത് റെഡിയായിരുന്നു. മാറ്റാൻ പറയും. 180 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതേണ്ടേ ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇത് ചോപ്പർ, വെജിറ്റബിൾ ചോപ്പർ. അരിയുന്നത് ഷോപ്പ് ചെയ്യുന്ന സാധനം. ഇത് ബട്ടർഫ്ലൈൻ്റെ ഐറ്റം ആണ് കേട്ടോ. ഇതിനകത്തോട്ട് ഇട്ടിട്ട് വലിക്കണം. തുറന്നു നോക്കല്ലേ ആദ്യം. അതേണ്ട. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്.
ഇതിനകത്ത് ബ്ലേഡ് കവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആണല്ലോ. അല്ല ഇത് ഊരണം, ഊരിയിട്ട് ഇതിങ്ങനെ ഊരിയിട്ടാണ്. പ്ലാസ്റ്റിക് ആണെന്ന് ഇതെന്ത് പ്ലാസ്റ്റിക് ആണല്ലോ. ബ്ലേഡ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. നമ്മളെല്ലാം ഒന്ന് കിടന്ന് കട്ട് ചെയ്യുന്ന ഒരു വലിയ മെനക്കേടാണ്. വാരി ഇട്ടാ മതിയാ. ആ കിഴങ്ങുള്ളിയൊക്കെ ഇതിനകത്തോട്ട് വാരി ഇട്ടാൽ മതി. മുറിച്ചിടണമെന്ന് തോന്നും. വെജിറ്റബിൾ എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആകുമ്പം അരിഞ്ഞു നോക്കുന്ന തോരനൊക്കെ അരിയാൻ കൊള്ളായിരിക്കും. അമ്മ പോയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും തക്കാളി വല്ലതും എടുത്തിടുക. നമുക്ക് ഉൾക്കാടും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവേ കറക്റ്റ് വർക്കിംഗ് ആണോ എന്നറിയാലോ. നമുക്ക് ചൊരക്ക ഇടാം. ചൊരക്ക എടുത്തിട്ടോ. ഓക്കെ അമ്മ പോയിട്ട് ചൊരക്ക എടുത്തോണ്ട് വന്നു കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കട്ടാവൂല്ലേന്ന്. ഇങ്ങനെ കറക്കിയാൽ മതി. അറിയുന്ന ഓ ഇത് എളുപ്പം. നൈസ് അല്ലേ? നല്ലോണം ചോപ്പായുടെ കൊള്ളാം കേട്ടോ. അതിൻ്റെ വില വന്നിട്ട് ഏതാണ്ട് ഒരു 300 രൂപയാണ് കേട്ടോ. 300 രൂപ എടുക്കുക. അടുത്ത ഐറ്റം എടുക്ക്. തീർന്നു തോന്നുന്നു. അതുകൊണ്ട് വലിയ വെട്ടി അതെടുക്ക്. ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റിലത്തെ ഐറ്റം അല്ലേ ഇത്? ലാസ്റ്റ് വന്ന സാധനം ഇതാണ്. ഇപ്പോൾ ഇതോടെ പൊട്ടിക്കാം. യെസ്, വിസ്കർ വിപ്പിംഗ് ക്രീം ഒക്കെ അടിക്കുന്ന ആ സാധനമാണ് കേട്ടോ. ഇതങ്ങോട്ട് ചേച്ചാ ഇത് പൊട്ടിച്ച് നോക്കാം ഫസ്റ്റ്. കാരണം ഇത് കേക്ക് ഉണ്ടാക്കാനേ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്താൽ എത്രയായാലും ശരിയാവത്തില്ല. കേക്കല്ല, ഒരുപാട് സാധനം അടിക്കാൻ. കേക്കിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്ന, മനസ്സിലായോ? തൈരുടയ്ക്കാം, മറ്റേ വിപ്പിംഗ് ക്രീം അടിക്കാൻ, എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. കറണ്ട് കുത്തുന്നേ വേണ്ട. ഇത് മാത്രമേ ഉള്ളൂ. കമ്പിയുണ്ട്. അതിൻ്റെ കൂടെ 2-3 ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. ഈ സാധനവും നമ്മൾ മേടിച്ചിട്ടില്ല ഇന്നുവരെ. ഐബൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. 7 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട് ഇതിനകത്ത്. 7 സ്പീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മാനുവൽ കാർഡ്. വിദ്യാഭ്യാസം ഉള്ളവർക്ക് അതൊക്കെ വാറണ്ടി ഉണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇതിൻ്റെ വില 800 രൂപ. 800 രൂപയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. വെയിറ്റ് ഉണ്ടോ? അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ സാധനം തോന്നുന്നു. പിന്നെ ഈ പ്ലാസ്റ്റിക്കിനൊന്നും വലിയൊരു ക്വാളിറ്റി ഇല്ല കേട്ടോ. അത് കാണുമ്പോഴേ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ ചേ? തുണി തയ്ക്കുന്ന തേപ്പൊട്ടി പോലെ ഉണ്ട്. ഇതിനകത്ത് കമ്പിയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പികളാണെന്ന് എനിക്കറിയത്തില്ല. 3-4 സൈസ് കമ്പി ഉണ്ടല്ലോ. ഇതെന്താ ചെവി തോണ്ടിയോ? ഇത് വളഞ്ഞൊക്കെ ഇരിക്കുന്ന വെച്ചാ കൊങ്കി. ഇത് മാവൊക്കെ ഉടക്കൂലി. മാവൊക്കെ ഉരുട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നിയത്. അച്ഛൻ കൊടുക്കുന്ന ബുദ്ധി തന്നെ. ഇത് മത്ത് തൈര്. ഇത് കടയ. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചു. ഓക്കെ സെറ്റ്. ഇങ്ങനെ ഇതെവിടെ ഓണാക്കുന്ന അമ്മ? ഇത് ഓണാകുമോ നോക്കും. ഇതൊക്കെ കമ്പി ഊരി വീണാ. ലോക്ക് ചോദിട്ടില്ലെങ്കിൽ മോന്തെറിക്കുക. കറണ്ടി കുത്തുമ്പോ ഇങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് കൂടുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് അതിന്റെ നോബ്. ഇങ്ങനെ ആകുമ്പോൾ 1 2 3 7 സ്പീഡ് വരെ കറങ്ങും. ഒന്ന് കറണ്ടി കുത്തിയമ്മ. മാവ് വല്ലൊക്കെ ഇനി ദോശ അച്ഛൻ പിടിച്ചോ. അമ്മ കറണ്ടി കുത്താൻ പോവാ. ഇത് ഓണാവോന്ന് നോക്കാലോ. കമ്പി കണ്ണിലോട്ടൊന്നും വെക്കല്ലേ. ചിലപ്പോ ഓണാവുമ്പോ ദൂരെ തെറിച്ച അങ്ങോട്ട് കുത്ത്. അവിടെ കുത്ത്. സ്വിച്ച് ഇടാൻ പോവാണേ. കാപ്പി മാറില്ലോ കൊള ഇങ്ങോട്ടില്ലേ. റോട്ടിൽ ഇങ്ങനെ പതുക്കെ കൊടുക്കുമ്പോൾ സ്പീഡ് കൂടും. ഇപ്പോൾ ഫുൾ സ്പീഡിലാണ് കറങ്ങുന്നത് ഇത്. ഓക്കെ ഗൈസ്, വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിന് വലിയൊരു ക്വാളിറ്റി ഇല്ല കേട്ടോ. ഒരു ലോ ക്വാളിറ്റി സാധനം പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ അതിനുള്ള വിലയുള്ളൂ 800 രൂപ സംതിങ്ങേ ഉള്ളൂ. ഏതൊരു സാധനം മേടിച്ചാലും 1 വർഷമൊക്കെ വാറണ്ടി കിട്ടും. ഇലക്ട്രോണിക് സാധനങ്ങൾ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ അതൊക്കെയാണ് ഐറ്റം. ഇനി ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇത് കട്ടിംഗ് ബോർഡ്. അയ്യോ, കട്ടിംഗ് ബോർഡ് ഇല്ല. കട്ടിംഗ് ബോർഡ് ഭയങ്കര അത്യാവശ്യമായിരുന്നു കേട്ടോ. നല്ലൊരു കട്ടിംഗ് ബോർഡ് നോക്കി ഞാൻ മേടിച്ച്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതേണ്ട സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. തടിയല്ല. ഇതാകുമ്പോഴത്തേന് എത്ര നാൾ വേണമെങ്കിലും കിടക്കും.
ഇങ്ങനെ വേണ്ട, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. കണ്ട് ഇങ്ങനെ വെച്ചാൽ സ്ലാബിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അവിടെ ഇരിക്കും, എങ്ങും പോകൂല. ഇത് അത് അതിന്റെ കണക്കിനൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു സ്കെയിലിന്റെ അളവ് വെച്ചിട്ടുണ്ട് കേട്ടോ, സെന്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാനായിരിക്കും. കൊള്ളാം കേട്ടോ, നല്ല കിടിലം സാധനം. ഇത് എത്ര രൂപ? ഇതിന്റെ വില വന്നിട്ട് 660 രൂപ. ഇത് യൂസ്ഫുള്ളാ, ഈ മടക്ക് ഇതാകുമ്പോ നമുക്ക് എവിടെയും കൊണ്ടുവെക്കാം. ഇപ്പോഴാന്ന് തോന്നുന്നു, ഇതിപ്പോ ഞാൻ 2-3 കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ഇതാ മേടിച്ചെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ആമസോണിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. കൂടുതലും കിച്ചണിലോട്ടുള്ള സാധനം കേട്ടോ മേടിച്ചത്. ഞാൻ സത്യത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചല്ല, സാധനങ്ങൾ വന്ന് ഇങ്ങനെ തോനെയായി ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ പൊട്ടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന്, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ്. ഇതിനകത്ത് വേസ്റ്റ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല, കിട്ടിയതെല്ലാം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആ വിസ്കർ മാത്രം, അതിൻ്റെ പ്ലാസ്റ്റിക് മാത്രം ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇതിൻ്റെയൊക്കെ വരുന്നത് 1000, 1500, 2000 രൂപയുടെയൊക്കെ സാധനം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് നോക്കിയില്ല, ഇതിന് ഏറ്റവും ചീപ്പായതുകൊണ്ട് ആ ഒരു സാധനം നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ച്. അതിന് മാത്രം ഒരു ചെറിയ ക്വാളിറ്റി കുറവുള്ളൂ, ബാക്കിയൊന്നും വലിയ സീനില്ല. ഇതിലും നല്ല സാധനങ്ങളാട്ടോ. ഇത്രയല്ലേ ഉള്ളൂ, അത്യാവശ്യം എല്ലാം ഉപയോഗമുള്ള സാധനങ്ങളാണ്. ഇനി എന്തെങ്കിലും വേണോ, ആവശ്യമുണ്ടോ? ഇനിയുണ്ട്, എന്തൊരു പാൻ മേടിക്കണം. ഇനി ഒരു പാൻ മേടിക്കണം. അത് ഞാൻ ഓർഡർ ചെയ്തില്ല, ഇനി നമുക്ക് ഇവിടെ കടയിൽ പോയിട്ട് നോക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതും കൂടെ മേടിച്ചാൽ എല്ലാം സെറ്റ്. അതും കൂടെ മേടിക്കാനുണ്ട്. സാധനമൊക്കെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഏകദേശം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.